ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ പെണ്ണിനെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതിന് എനിക്ക് ബാക്കിയുള്ളവരുടെ സമ്മതം എന്തിനാ? കല്യാണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളില് ഈ പറയലൊക്കെ ഗംഭീരം. എത്ര ദിവസം കഴിഞ്ഞാലും ഞാൻ ഇത് തന്നെ പറയും. ഇവനെന്തോ കണക്കുകൂടലുണ്ടെന്നാ തോന്നുന്നേ. ഇടയ്ക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ കൊടുത്തേക്ക്. വാ. ഹരി എഴുന്നേറ്റോ? ഞാൻ കോഫി എടുത്തിട്ട് വിളിക്കാന്ന് കരുതി. അത്തരം ഫോർമാലിറ്റീസ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. എന്റെ വീട്ടില് എന്റെ ഭാര്യയായിട്ട് തന്റെ ആദ്യത്തെ ദിവസം തന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ ഞാൻ എന്നും കൂടെ ഉണ്ടാവും. പറ, ഇന്നലെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഹരി, എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ചെറിയ സ്വപ്നങ്ങളും അതിലും ചെറിയ ആഗ്രഹങ്ങളും മാത്രമേ ഉള്ളൂ. താൻ പറയടോ. എന്റേത് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാ. അതൊക്കെ കേട്ടാ ചിലപ്പോ ഹരിക്ക് വട്ടുപിടിക്കും. വട്ടുപിടിക്കട്ടെ. അടിയന്തരമായി പരിഹരിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോവോ? എവിടെ? നമ്മുടെ നാട്ടിൽ നിന്നേ കുറേ ദൂരെയുള്ളൊരു സ്ഥലം. കുന്നുമേക്കാവ് കേട്ടിട്ടുണ്ടോ? കുന്നുമേക്കാവോ? ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ വലിയ പ്രസിദ്ധിയുള്ള സ്ഥലമൊന്നുമല്ല. ഈ ആദിവാസികളൊക്കെ വെച്ചു പൂജിക്കുന്ന സ്ഥലം. അച്ഛനെന്നെ ഒരിക്കൽ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അന്നെനിക്ക് 10 വയസ്സോ മറ്റോ ഉള്ളൂ. കാടിനകത്ത് വെച്ച് ഒരു പൂജ, അത്രേ ഉള്ളൂ. അന്നവിടെ ദേവിയുടെ മുന്നിൽ നിൽക്കുമ്പോഴേ അച്ഛനൊരു നേർച്ച പറഞ്ഞു. എന്റെ മോളുടെ കല്യാണം കഴിയുമ്പോ എന്റെ മോളെയും ഭർത്താവിനെയും ഇവിടെ കൊണ്ടുവന്ന് ദേവിയുടെ മുന്നിൽ നിർത്തുമെന്ന്. അത് കൊള്ളാലോടോ. അപ്പൊ മോളുടെ ആഗ്രഹമല്ല, അച്ഛന്റെ ആഗ്രഹമാണ്. അച്ഛന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാ പിന്നെ നമ്മളത് നടത്താതിരിക്കില്ലല്ലോ. കുന്നുമ്മേക്കാവും തേടി നമ്മൾ ഇപ്പൊ തന്നെ ഇറങ്ങുന്നു. അയ്യോ, അല്ല, എല്ലാവരോടും പറയണ്ടേ? അവരുടെയൊക്കെ സമ്മതം വാങ്ങണ്ടേ? എന്റെ പെണ്ണിനെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതിന് എനിക്ക് ബാക്കിയുള്ളവരുടെ സമ്മതം എന്തിനാ? കല്യാണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളില് ഈ പറയലൊക്കെ ഗംഭീരം. എത്ര ദിവസം കഴിഞ്ഞാലും ഞാൻ ഇത് തന്നെ പറയും. കാപ്പി കൂടി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നു, കുന്നുമ്മേക്കാവിൽ പോകുന്നു, ഭഗവതിയുടെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തി ഇതാ എന്റെ പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നങ്ങ് പറയും. അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. എന്താ, തൃപ്തിയായില്ലേ? കുന്നുമ്മേക്കാവിലെ വേറൊരു പ്രത്യേകതയുണ്ട്. അതെന്താ? അലവാങ്ക്. അലവാങ്കോ? അതെന്താ? അത് അവിടെ മാത്രം കിട്ടുന്നൊരു പലഹാരം. ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു അത് അവിടുത്തെ ആൾക്കാർ മാത്രമേ ഉണ്ടാക്കൂ എന്ന്. ഇതിപ്പോ കേട്ടിട്ട് ആകപ്പാടൊരു വിചിത്രമാണല്ലോടോ. ഹരി ഇത് കഴിച്ചിട്ടില്ല? ഭയങ്കര കട്ടിയത് കഴിക്കുമ്പോ. പക്ഷെ കടിച്ച് വലിച്ച് ചവച്ച് തിന്നുമ്പോ
എന്തൊരു ടേസ്റ്റ് എന്നറിയോ? 10 വയസ്സിൽ നാവില് പതിഞ്ഞ രുചി ഇപ്പൊ ഓർത്താലേ ഇപ്പോഴെനിക്കത് കിട്ടും. അപ്പൊ ലക്ഷ്യം നമ്പർ 2 അലവാങ്ക്. മിക്കവാറും എന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരുമ്പോഴേക്കും ഹരിസാറ് വല്ലാണ്ട് അങ്ങ് ക്ഷീണിക്കും കേട്ടോ. അതൊക്കെ ഞാൻ സഹിച്ചോളാം. ഇനി ഇവിടുന്ന് ഉള്ളിലേക്ക് നടക്കണം. ആ വാ. കുറച്ചധികം നടക്കാനുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും ദേഷ്യം വരുമോ? തന്നെയും കൊണ്ടൊരു ജീവിതത്തിന്റെ അറ്റം വരെ നടക്കാൻ തീരുമാനിച്ചാ ഞാൻ. പിന്നെ എങ്ങനെയാ തുടക്കം തന്നെ ദേഷ്യം വരുന്നത്? വാ. വാ. ആ ഇന്നലെ വരെ കണ്ട ആളൊന്നുമല്ല താനിപ്പോ. മുഖത്ത് വല്ലാത്തൊരു തെളിച്ചം. അതുണ്ടാവില്ലേ പിന്നെ. നിങ്ങൾ കവികള് ഒരുപാടങ്ങ് എഴുതി കൂട്ടുമല്ലോ, ബാല്യകാലത്തിലേക്ക് അങ്ങ് തിരിച്ചു പോന്നു എന്ന്. അതുപോലെയല്ലേ എനിക്കിതും. ഞാനിപ്പോ നടക്കുന്ന ഓരോ ചുവടിലും അച്ഛന്റെ കൂടെ നടന്നിരുന്ന ഓർമ്മ വരുന്നുണ്ട്. അവരെ പരിചയമുണ്ടോ? പിന്നെ ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ ഇവിടെയായിരുന്നല്ലോ. പിന്നെന്താ അവരങ്ങനെ ചിരിച്ച്? അത് കുന്നുമേക്കാവിൽ അമ്മയുടെ ഒരു പ്രത്യേകതയാ. അച്ഛൻ അതിനെക്കുറിച്ച് എന്താ പറഞ്ഞെന്നറിയോ? കുന്നുമേക്കാവ് ഭഗവതി എല്ലാവരുടെയും അമ്മയാണെന്ന്. അപ്പൊ അവിടെ വരുന്നവരും പോകുന്നവരും പരസ്പരം സഹോദരങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ടാ അവര് തമ്മിൽ ചിരിക്കുന്നേന്ന്. കൊള്ളാലോ. ഇതൊക്കെ അറിയാൻ വൈകിപ്പോയി. വാ.